ഹായ് ഡിയേഴ്സ്, കുറേ ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോസ് ആയിട്ട് വന്നിട്ട്. കാരണം ലോങ് വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം, വീഡിയോ ഒരുപാട് ഷൂട്ട് ചെയ്ത് അതിനെ കട്ട് ചെയ്തിട്ട് ആക്കിയിട്ടൊക്കെ ആപ്പിൽ ഭയങ്കര സ്റ്റോറേജ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. എന്നിട്ടും നമ്മളത് നിങ്ങൾ ഒരുപാട് ബിഗിനേഴ്സ് ചോദിക്കുന്നുണ്ട് തന്നെ വീഡിയോ ലോങ് ആയിട്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് സെറ്റാക്കി, എന്നിട്ട് നെറ്റ് കണക്ഷൻ്റെ പ്രോബ്ലംസും ഒക്കെ സോൾവ് ചെയ്ത് എന്നിട്ട് ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്തുള്ള വ്യൂസ് ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരുപാട് നമ്മൾ ഇത്രയും മെനക്കെട്ടിട്ടും വ്യൂസും ലൈക്സും ഇല്ല. അതുമാത്രമല്ല, യൂസ്ഫുള്ളായിട്ടുള്ള പല ആൾക്കാരും വീഡിയോസ് കാണുന്നുണ്ട്, എന്നാൽ ലൈക്കും ചെയ്യൂല, കമൻറ്റ് ചെയ്യൂല, സബ്സ്ക്രൈബ് ഒട്ടും ചെയ്യൂല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ ലോങ് വീഡിയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഷോർട്ട് വീഡിയോസ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോസ് ആണെങ്കിലോ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്യുകയാണെന്ന് അതും റിസ്ക് ആണ്. എങ്കിലും ഇത്രയും റിസ്ക് എടുത്തിട്ട് അതിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. പിന്നെ എന്തിനാ ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുന്നതെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ കൂടുതലും ഷോർട്സിലോട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ലൈക്കും കമൻറ്റും ചെയ്താൽ തന്നെ നമ്മുടെ ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലോങ് വീഡിയോസിനുള്ള ഈ ലൈക്സും കമൻസും ചെയ്യാത്തതൊക്കെ കൊണ്ടാട്ടോ വീഡിയോസ് ഷെയർ ചെയ്യുന്നില്ല, ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നില്ല, അതൊക്കെ കൊണ്ടാണ് നമ്മൾ വ്യൂസ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വ്യൂസ് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടുള്ള ലോങ് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ മാഷ് ആൻഡ് ദ ബിയർ ആ ഒരു കാർട്ടൂണില്ലേ, അതിന് പറ്റിയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതാ 1.5 kg കേക്കാണ് ആദ്യം ഞാൻ ആ ഒരു ഫോണ്ടൻറ്റിൽ ഇംപ്രഷൻ കൊടുക്കുന്ന ആ ഒരു സാധനത്തോട് ചെയ്യാൻ നോക്കി. കാരണം നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അധികം ആ ക്രീം നമ്മൾ സെക്കൻഡ് ഐസിങ് ചെയ്തത് കേക്ക് കൊടുക്കുന്ന അന്നാണ്, അതുകൊണ്ടാണ് അത് കറക്റ്റ് സെറ്റ് ആവാതിരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ സെറ്റ് ആക്കിയതാണെങ്കിൽ നമുക്ക് ആ ഒരു ഇംപ്രഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ താഴെ ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടുള്ള ക്രീം കൊടുത്തിട്ടാണ് ഈ ഒരു ബ്രൗൺ ടച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ബ്രൗൺ കളർ കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഗനാഷാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു കേക്ക് വരുന്നതും ചോക്ലേറ്റ് ട്രഫിൾ, ചോക്ലേറ്റ് കേക്ക്, അങ്ങനെയുള്ള ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ആ ഒരു കേക്ക് സ്റ്റാക്കിങ് ചെയ്യാണ്. നമ്മൾ മുകളിൽ 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തതും താഴെ 7 ഇഞ്ചും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻസും ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം എൻ്റെ കോളേജ് മേറ്റ് തന്നെയാണ്, അപ്പം റെഗുലർ കസ്റ്റമർ കൂടിയാണ്. എല്ലാ ഫങ്ഷൻസിനും എൻ്റെ അടുത്ത് തന്നെയാണ് കേക്ക് വാങ്ങാറുള്ളത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എപ്പോഴും കേക്ക് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് കൊടുക്കാമെന്ന് വെച്ചു. കുട്ടിക്ക് മാഷ് ആൻഡ് ബിയറിൻ്റെ ആ ഒരു കാർട്ടൂണാണ് കാണാറുള്ളത്. അപ്പോൾ അത് ആ ഒരു വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെ 7 ഇഞ്ചിൽ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തതും മുകളിൽ 5 ഇഞ്ചിൽ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തതുമാണ്. 2 kg ആണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിട്ട് മേഖലയിൽ ഞാൻ ലൈറ്റ് ഗ്രീൻ ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒലീവ് ഗ്രീന്, അല്ലെങ്കിൽ നമ്മൾ ഗ്രീനിൽ കുറച്ച് ടച്ച് യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഒരു ഗ്രീൻ ടച്ച് കൊടുത്തിട്ട് ആണ് നമ്മൾ ഈ ഒരു കേക്കിന് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. താഴെ ആ ഒരു ലൈൻസ് വരച്ചിട്ടുള്ളത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓരോരോ ലൈൻസ് നമ്മുടെ ആ ഒരു വുഡിൻ്റെ ആ ഒരു മരത്തിൻ്റെ ആ ഒരു പോർഷനില്ലേ, ആ ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് താഴെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഫോട്ടോ പ്രിൻ്റാണ്. ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എക്സ്ട്രാ ഒരുപാട് ഫോട്ടോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് ഫോട്ടോസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തീമിന് വേണ്ടിയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള വേറെയും കുറച്ച് മാഷേൻ്റെയും ബിയറിൻ്റെയും ഒക്കെ ഫോട്ടോ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ലേസർ പ്രിൻറ്റ്, ഫോട്ടോ പ്രിൻറ്റ്, പിന്നെ എഡിബിൾ അല്ല കേട്ടോ, ഇത് നോൺ എഡിബിളാണ്. ഒരുപാട് ബിഗിനേഴ്സ് ചോദിക്കാറുണ്ട് ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്നതല്ല, കഴിക്കാൻ പറ്റുന്ന ഫോട്ടോ പ്രിൻറ്റ് ഉണ്ട്. അത് നമ്മൾ വേറെ അത് നമുക്ക് അങ്ങനെ കുറേ ദിവസം എടുത്ത് വെക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഓരോ ഫോട്ടോ പ്രിൻറ്റും ഓരോ നമ്മൾ സൈസാണ് ഈ ഓരോ കേക്കിനെയും ഭംഗി കൂട്ടുന്നതും കുറക്കുന്നതും. കറക്റ്റ് സൈസിൽ എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, കേക്ക് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഈ ഒരു മുകളിൽ വന്നിട്ടുള്ള വുഡിൻ്റെ ആ ഒരു ഹോം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അത് അത്യാവശ്യം സൈസ് കൊടുത്താൽ മാത്രമേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. പിന്നെ ആ ഒരു ബിയർ മാഷേനെ പിടിച്ചിട്ട് നിൽക്കുന്നത് അത് 4-5 ഇഞ്ച് ആ ഒരു ഹൈറ്റിലോട്ടാട്ടോ അതും ചെയ്തിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഫോട്ടോസിനും ഓരോ സൈസാണ്. അത് സൈസ് കൂടുകയും കുറയും ചെയ്യുമ്പോഴും കേക്കിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറും. അപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാണ് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം കൊണ്ടൊന്നും പല ആൾക്കാരും വരാൻ നിൽക്കേണ്ട. കാരണം നമ്മൾ ചാനലിൽ കാണുന്നത് കൂടുതലും ബിഗിനേഴ്സാണ്. അപ്പോൾ ബിഗിനേഴ്സിന് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് മുകളിൽ നമ്മൾ ഗ്രീൻ കളറിൽ യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ആട്ടോ, ഷെഫ് മാസ്റ്ററിൻ്റെ കളേഴ്സാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഗ്രാസ് നോസിൽ വെച്ചിട്ട് ആ ഒരു ഡിസൈനിങ് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആട്ടോ ഞാൻ ഇവിടെ പൊടിച്ചിട്ട് ആ ഒരു വഴി പോലെ ആ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഇത് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ അവിടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്തു. പിന്നെ പിങ്ക്, യെല്ലോ അങ്ങനെയുള്ള കുറച്ച് കളർ ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് കട്ടർ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുകയും ചെയ്യേണ്ട. പിന്നെ സബ്സ്ക്രൈബും ചെയ്യാതെ ഉള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ഡിസൈൻസും വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റ്, വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടൻ ഡെക്കറേഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് കാണണോ? അപ്പോൾ ഷോർട്സിലായിക്കോട്ടെ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മൾ റുഷാസ് റെസിപ്പീസ് എന്നുള്ള ഇൻസ്റ്റ ഐഡിയും കൂടെ ഫോളോ ചെയ്തേക്കുക. അതിലും വെറൈറ്റി വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.